ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയായിരുന്നു. അതിന്റെ ബാക്കിയുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, two conducting wires of the same material and of equal length and equal diameters are first connected in series and then parallel in a circuit across the same potential difference. The ratio of heat produced in series and parallel combinations would be dash. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് കണ്ടക്ടേഴ്സിനും സെയിം ലെങ്ത് ആണ് L. രണ്ടിനും ഒരേ തിക്നെസ് ആണ്. നമുക്കറിയാം തിക്നെസ് സെയിം ആണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആയിരിക്കും. അപ്പോൾ രണ്ടിനും ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. രണ്ടും ഒരേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റിവിറ്റി റോ സെയിം. അങ്ങനെയാണെങ്കിൽ ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, റെസിസ്റ്റിവിറ്റി ഇതെല്ലാം സെയിം ആണെങ്കിൽ അവരുടെ റെസിസ്റ്റൻസും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേരുടെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടുപേർക്കും റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R. ഇനി നമുക്ക് അടുത്തതായി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഈ രണ്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടക്ടേഴ്സിനെ നമ്മൾ ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, പിന്നെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ഈ രണ്ട് കേസിലും പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റിന്റെ റേഷ്യോ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഫസ്റ്റ് വൺ, ഇൻ സീരീസ്, ഈ രണ്ട് റെസിസ്റ്റൻസ് വയേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത കേസാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ റെസിസ്റ്റൻസ് R, they are connected in series with a potential difference V. ഇങ്ങനെ V എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് ഇവരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് RS is equal to R1 plus R2, then R plus R 2R, that is the total resistance. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I, then കറണ്ട് I, then ഇവിടെ ടൈം T തന്നെ. നമുക്കറിയാം ഒരു ഡിവൈസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ഇക്വേഷൻ അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് H is equal to I square RT. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമ്മൾ സീരീസ് കോമ്പിനേഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഹീറ്റ് ഇൻ സീരീസ് കോമ്പിനേഷൻ HS എന്ന് എഴുതാം. HS ഫോർ സീരീസ് കോമ്പിനേഷൻ. ദെൻ കറണ്ട് I, സെയിം കറണ്ട് ആണ് I സ്ക്വയർ ഇൻറ്റു R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് ഇവിടെ, പക്ഷെ നമ്മൾ 2R ആണ്. 2R ഇൻറ്റു ടൈം T തന്നെ. Then HS is equal to I square 2 into I square RT. Then ഇതാണ് സീരീസ് കോമ്പിനേഷനിൽ ഈ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ്. Then similarly we have to consider the heat produced in parallel combination. Then in parallel, ഈ രണ്ട് റെസിസ്റ്റേഴ്സ് R and R ഇവരെ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പോകണം. ഇതേ പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് V എന്ന് പറയുന്ന അതേ പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് നമ്മൾ ഇവരെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. നമുക്കറിയാം പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയാം. RP is equal to R1 R2 divided by R1 plus R2. Then R1 R2 R into R divided by R plus R1 plus R2 R plus R. Then R square divided by 2R, R cancel ആയി. Then R by 2. R by 2. ഇനി പാരലൽ കോമ്പിനേഷനിൽ രണ്ടുപേർക്കും ഒരേ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് R by N എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരുടെ റെസിസ്റ്റൻസ് R ആയതുകൊണ്ട് R by N എന്ന് പറഞ്ഞാൽ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? രണ്ടുപേര്. അപ്പൊ R by 2 എന്ന് ഡയറക്റ്റും വേണമെങ്കിൽ നമുക്കിത് എഴുതാം. ഇനി കറണ്ട് നമുക്ക് നോക്കാം. കറണ്ട് I, ഇവിടെ നമ്മൾ എടുത്ത കറണ്ട് I ഇവിടെ എന്താവും? നമുക്ക് നോക്കിയാൽ അറിയാം
റെസിസ്റ്റൻസ് 2R ആയപ്പോഴത്തെ കറണ്ട് ആണ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് 2R ആണ്. ഈ റെസിസ്റ്റൻസ് 2R ആയപ്പോഴുള്ള കറണ്ട് ആണ് നമ്മൾ ഇവിടെ I എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് R/2 ആണ് എന്ന് പറഞ്ഞാൽ ശരിക്കും R/2നെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2R കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള റെസിസ്റ്റൻസിന്റെ 1/4 മാത്രമേ ഉള്ളൂ ഇവിടുത്തെ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. അപ്പൊ ഇവിടെയുള്ള റെസിസ്റ്റൻസ് 2R ആയപ്പം നമ്മൾ കറണ്ട് I എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള റെസിസ്റ്റൻസ് R/2 അല്ലേ? ഈ R/2 എന്ന് പറഞ്ഞാൽ 2Rന്റെ 4 ടൈംസ് കുറവാണ്. അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. അപ്പോൾ ഈ റെസിസ്റ്റൻസിനേക്കാളും 4 ടൈംസ് കുറവാണ് ഈ റെസിസ്റ്റൻസ് എങ്കിൽ ഇവിടുത്തെ കറണ്ടിനേക്കാളും 4 ടൈംസ് കൂടുതലായിരിക്കും ഇവിടുത്തെ കറണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കറണ്ട് നമ്മൾ I എന്ന് പറയുന്നത് 4I ആയിട്ട് കൺസിഡർ ചെയ്യുക. ടൈം സെയിം തന്നെ, ടൈം ടി തന്നെ, രണ്ടിലും ഒരേ സമയമാണ് കറണ്ട് പാസ് ചെയ്തത്. അപ്പം ടൈം സെയിം തന്നെ. ദെൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ പാരലൽ കോമ്പിനേഷനിൽ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് HP എന്ന് നമുക്ക് എഴുതാം. HP is equal to സെയിം ഇക്വേഷൻ തന്നെയാണുള്ളത് I² RT. ഐക്ക് പകരം 4I. Then 4I the whole square into റെസിസ്റ്റൻസ് R-ന് പകരം ഇവിടെ R/2 ആണ്. Then R/2 into ടൈം T തന്നെ 4I². 4ന്റെ സ്ക്വയർ 16I² into R into T divided by 2. Then 16/2 8. Then HP is equal to 8I². അപ്പം HP എന്ന് പറയുന്നത് 8I² RT ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ HS-ഉം HP-യും തമ്മിലുള്ള റേഷ്യോ ആണ്. Then HS divided by HP. HS എന്താണ്? HS എന്ന് പറയുന്നത് 2I² RT divided by HP എന്ന് പറയുന്നത് എന്താണ്? 8I² RT. I² RT ക്യാൻസൽ ആയി. 2/8 എന്ന് പറയുന്നത് 1/4. Then HS by HP is equal to 1/4. That is equal to 1:4. അപ്പോൾ ഈ രണ്ട് കേസിലെയും ഹീറ്റുകൾ തമ്മിലുള്ള റേഷ്യോ 1:4 ആണ്. നമ്മൾ ഫസ്റ്റിൽ ഈ രണ്ട് വയേഴ്സിനെയും തമ്മിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഹീറ്റിന്റെ 4 ടൈംസ് കൂടുതലാണ് പാരലായിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം H is equal to I² RT എന്ന് പറയുന്ന ഇക്വേഷൻ ഒക്കെ അറിയാം. അപ്പോൾ ആ ഇക്വേഷൻ അനുസരിച്ച് റെസിസ്റ്റൻസ് കൂടിയാൽ ഹീറ്റ് കൂടുമെന്നും അറിയാം. എന്നാൽ റെസിസ്റ്റൻസിനേക്കാളിലും കൂടുതൽ ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് കറണ്ടാണ്. കാരണം കറണ്ടിന്റെ സ്ക്വയറിനനുസരിച്ചാണ് ഹീറ്റ് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ട് വയേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് കൂടും, പക്ഷെ അതിനോടൊപ്പം കറണ്ട് കുറയുകയും ചെയ്യും. അപ്പോൾ ഹീറ്റ് അല്പം കുറവായിരിക്കും. എന്നാൽ അതേ രണ്ട് വയേഴ്സിനെ നിങ്ങൾ പാരലായിട്ട് കണക്ട് ചെയ്താലോ, പാരലൽ കോമ്പിനേഷനിൽ ആദ്യത്തെ 4 ടൈംസ് കുറവായിരിക്കും റെസിസ്റ്റൻസ്. 4 ടൈംസ് കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 4 ടൈംസ് കുറഞ്ഞാൽ കറണ്ട് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഹീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയറിനനുസരിച്ചാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് കേസിൽ ഉണ്ടായതിനേക്കാളും 4 ടൈംസ് ഹീറ്റ് കൂടുതലാണ് സെക്കൻഡ് കേസിൽ ഉണ്ടായത്. അപ്പോൾ ഒരു വയറിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെയാണ് ഹീറ്റ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഈ ജൂൾസ് ലോയുടെ ഇക്വേഷനിൽ കറണ്ടിന്റെ സ്ക്വയറിന് ഈക്വൽ ആണ് ഹീറ്റ്. അതുകൊണ്ട് കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്താൽ റെസിസ്റ്റൻസിനേക്കാളും കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് കറണ്ടാണ് ഹീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദി വാല്യൂ ഓഫ് കറണ്ട് I ഫ്ലോയിങ് ഇൻ എ ഗിവൺ റെസിസ്റ്റർ ഫോർ ദി കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V across the resistor are given below. Plot a graph between V and I and calculate the resistance of that resistor. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കണ്ടക്ടർ അതിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, അതുപോലെ ഈ ഗ്രാഫിൽ നിന്നും റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രാഫ് നമ്മൾ വരച്ചു. X ആക്സിസ് ഉണ്ട്, Y ആക്സിസ് ഉണ്ട്.
എക്സ് ആക്സിസിൽ കറണ്ടും വൈ ആക്സിൽ വോൾട്ടേജും. ദെൻ ഇവിടെ വാല്യൂസ്, കറണ്ടിന്റെ വാല്യൂസ് 0.5, 1.0, 2, 3, 4 ഇങ്ങനെയാണ് റീഡിങ്സ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കറണ്ട് ഇങ്ങനെ എഴുതാം, 1, 2, 3, 4, 5 എക്സെട്ര. വോൾട്ടേജിന്റെ വാല്യൂസ് 1.6, 3.4, 6.7 ഇങ്ങനെയാണ് പോകുന്നത്. 2, 4, 6 എന്ന വാല്യൂസ് മാർക്ക് ചെയ്യുക വൈ ആക്സിസിൽ. 2, 4, 6, 8, 10, 12, 14 എക്സെട്ര. ഇനി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ദെൻ 0.5 ആംപിയർ കറണ്ട്, നമുക്കറിയാം ഇത് 1 ആംപിയർ ആണ്, അപ്പൊ അതിന്റെ ഹാഫ് വരും 0.5. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് 1.6 എന്ന് പറഞ്ഞാൽ 2-നും 0-ക്കും ഇടയ്ക്കാണ് 1 വരുന്നത്. അപ്പോൾ 1.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനും നടുക്ക് വരും ഏകദേശം. ഇതാണ് പോയിന്റ്. ദെൻ 1 ആംപിയർ കറണ്ട് 3.4 വോൾട്ട്. അപ്പോൾ 1 ആംപിയർ കറണ്ട് 3.4 നോക്കാം. അതായത് 4ഉം 2 ഇതിന്റെ സെൻട്രി വരും 3. അങ്ങനെയാണെങ്കിൽ 3ക്കും 4നും നടുക്കായിരിക്കും ഏകദേശം 3.4 വരുന്നത്. Then 2 ആംപിയർ കറണ്ട് 6.7 വോൾട്ട്. 2 ആംപിയർ കറണ്ട് 6.7. അപ്പോൾ 6നും 8നും നടുക്ക് 7 വരും. Then 6.7 വരുമ്പോൾ 7, 6 ഇതിന്റെ ഏകദേശം ഇവിടെ ആയിട്ട് വരും. Then 3 ആംപിയർ കറണ്ട് കറസ്പോണ്ടിങ് വോൾട്ടേജ് 10.2. 3 ആംപിയർ കറണ്ട് 10.2. അപ്പൊ 10.2 എന്ന് പറഞ്ഞാൽ 10ന് ഏകദേശം അടുത്തായിട്ട് വരും. Then 4 ആംപിയർ കറണ്ട് വോൾട്ടേജ് 13.2 വോൾട്ട്. Then 4 ആംപിയർ കറണ്ട് കറസ്പോണ്ടിങ് വോൾട്ടേജ് 13.2. അപ്പോൾ 12നും 14നും മിഡിലായിട്ട് 13 വരും. അപ്പൊ 30ക്ക് അടുത്തായിരിക്കും 13.2. അപ്പൊ നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുക. നമുക്ക് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. നമുക്കറിയാം ഓംസ് ലോയുടെ വോൾട്ടേജും കറണ്ടും കൂടെയുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി ഈ ഗ്രാഫിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ മതി. സ്ലോപ്പ് എടുക്കാനുള്ള എളുപ്പ വഴി, നമ്മൾ ഈ പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്യുന്നു, ഈ പോയിന്റിനെ ബി എന്ന് മാർക്ക് ചെയ്യുന്നു. ദെൻ റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഈക്വൽ ടു. ദെൻ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ സൈഡ് ബൈ ഈ സൈഡ്, ഒ ബി ഡിവൈഡഡ് ബൈ ഒ എ ഈസ് ഈക്വൽ ടു. നമ്മൾ എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റിലത്തെ വോൾട്ടേജ് നോക്കുക. ലാസ്റ്റിലത്തെ വോൾട്ടേജ് 13.2, അതാണ് ഒ ബി. ഒ എ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ വന്ന കറണ്ട് എത്രയാണ്? 4. Then 13.2 divided by 4. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 3.3 ഓം എന്ന് കിട്ടും. 3.3 ഓം. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്നും റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ അതിൻ്റെ എളുപ്പ വഴി, നിങ്ങൾ ഈ തന്നിരിക്കുന്ന റീഡിങ്ങിലെ ലാസ്റ്റ് വോൾട്ടേജ് എടുക്കുക 13.2, ലാസ്റ്റ് കറണ്ട് എടുക്കുക 4. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. 13.2 divided by 4. 13.2 divided by 4. അപ്പോൾ ഇതിനുള്ളൊരു എളുപ്പ വഴിയാണ്, നിങ്ങൾ ഒരു ഗ്രാഫിൽ നിന്നും റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നിരിക്കുന്ന റീഡിങ്ങിലെ ലാസ്റ്റ് വോൾട്ടേജും ലാസ്റ്റ് കറണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്നും റെസിസ്റ്റൻസ് കിട്ടും. How many 176 ohm resistors in parallel are required to carry 5 ampere on a 220 volt line? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 176 ഓമിന്റെ എത്രയോ റെസിസ്റ്റേഴ്സ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇവരെ എല്ലാവരും നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഒരു 220 വോൾട്ട് സോഴ്സിലേക്ക്. അപ്പോൾ അതിലൂടെ 5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്തു.
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര 176 ഓം റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ 220 വോൾട്ട് സോഴ്സിൽ നിന്നും 5 ആംപിയർ കറണ്ട് അത് ഡ്രോൺ ചെയ്യും. അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഒരു വയറിലൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 176 ഓം അല്ലെങ്കിൽ 220 വോൾട്ട് സോഴ്സിൽ നിന്നും 5 ആംപിയർ കറണ്ട് ഡ്രോൺ ചെയ്യണമെങ്കിൽ എത്ര റെസിസ്റ്റൻസ് വേണം എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. Then current I is equal to 5 ampere, voltage V is equal to 220 volt, then resistance R is equal to V by I from Ohm's law. Then here V is equal to 220, then current I is equal to 5 ampere, then 220 by 5 44 ohm. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരുടെ പാരല, അതായത് 176 ഓമിന്റെ കുറെ റെസിസ്റ്റേഴ്സ് ഉണ്ട്, അവരെല്ലാവരുടെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 44 ഓം വരണം. എന്നാൽ മാത്രമേ ഈ 220 വോൾട്ടിൽ നിന്നും ആ കോമ്പിനേഷൻ 5 ആംപിയർ കറണ്ടിനെ ഡ്രോൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരുടെ പാരലായിട്ട് വരുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഈ 44 ഓം. അതിനെ നമുക്ക് RP എന്ന് എഴുതാം. എന്താണ് RP? അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, അതായത് പാരലൽ കോമ്പിനേഷൻ്റെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കുറേ റെസിസ്റ്റേഴ്സ് പാരൽ ആണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, എല്ലാവർക്കും സെയിം റെസിസ്റ്റൻസ് ആണ്, പാരൽ ആണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ R/N എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ RP is equal to R/N ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇവിടെ എല്ലാവരുടെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ആണ് 44 ഓം. ഇതിനകത്തിലെ ഒരാളുടെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ, അതാണ് 176 ഓം. ദെൻ RP is equal to 44 ഓം. ഇതിലെ കോമ്പിനേഷനിലെ ഒരാളുടെ റെസിസ്റ്റൻസ് R is equal to 176 ഓം. അങ്ങനെയാണെങ്കിൽ എത്ര പേര്, അതായത് 176 ഓമിന്റെ എത്ര പേര് പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഈ 44 കിട്ടുമെന്നാണ് കണ്ടുപിടിക്കുന്നത്. ദെൻ N ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RPക്ക് 44 എന്ന് കൊടുക്കും. RP is equal to 44 is equal to then R 176 ohm divided by N. അങ്ങനെയാണെങ്കിൽ N is equal to 176 divided by 44 is equal to 4. ഇതിന്റെ ആൻസർ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അതായത് 176 ഓമിന്റെ കുറെ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഒരു 220 വോൾട്ടിന് അക്രോസ് ആയിട്ട്. ഇതിലൂടെ 5 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ എത്ര 176 ഓം റെസിസ്റ്റേഴ്സ് ഉണ്ടാവുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ 220 വോൾട്ട് സോഴ്സിൽ നിന്നും 5 ആംപിയർ കറണ്ട് ഡ്രോൺ ചെയ്യണമെങ്കിൽ എത്ര റെസിസ്റ്റൻസ് ആവശ്യമാണ്, അതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ കറണ്ട്, വോൾട്ടേജ് രണ്ടും കൊണ്ട് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 220 വോൾട്ട് സോഴ്സിൽ നിന്നും ഒരാൾ 5 ആംപിയർ കറണ്ട് ഡ്രോൺ ചെയ്യണമെങ്കിൽ അയാളുടെ റെസിസ്റ്റൻസ് 44 ഓം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്രയും പേര് പാരലായിട്ട് വരുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര വരണം? 44 ഓം വരണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചത് 44 ഓം റെസിസ്റ്റൻസ് വരണമെങ്കിൽ 176 ഓമിന്റെ എത്ര പേര് വേണം? അതിന് നമ്മൾ കഴിഞ്ഞ ഒരു പാരലൽ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുറേ റെസിസ്റ്റേഴ്സ് പാരലായിട്ടുണ്ട്, എല്ലാവരുടെയും വാല്യൂ സെയിം ആണെങ്കിൽ RP is equal to R/N എന്ന് എടുത്താൽ മതി. അപ്പോൾ ആ ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്തു. RP is equal to R/N. RP എന്ന് പറയുന്നത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 44 കിട്ടണം, അതാണ് RP. ഇനി എത്ര ആരെയാണ് നമ്മൾ എത്ര റെസിസ്റ്റൻസ് ഉള്ളവരെയാണ് കണക്ട് ചെയ്ത്? 176 ഓം ഉള്ള കുറെ പേരെയാണ് കണക്ട് ചെയ്തത് അല്ലേ? അതുകൊണ്ട് 6 176. എത്ര പേരെയാണ് കണക്ട് ചെയ്ത് അറിയത്തില്ല, അതാണ് N. ഇതെല്ലാം കൂടി ഈ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ RP 44, then resistance R 176 ohm, resistance of a wire, then that is 176 ohm, then N number of resistors, then rearrange ചെയ്തപ്പോൾ 176 by 4 resistors. അപ്പം 176 ഓമിന്റെ 4 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ 220 വോൾട്ട് സോഴ്സിൽ നിന്നും അത് 5 ആംപിയർ കറണ്ട് ഡ്രോൺ ചെയ്യും. Then next question, several electric bulbs designed to be used on a 220 volt electric supply line are rated 10 watt. How many lamps can be connected in parallel
with each other across the two wires of 220 volt line if the maximum allowable current is 5 ampere. ഒരു സോഴ്സ് അതിൻ്റെ വോൾട്ടേജ് 220 വോൾട്ട് ആണ്. ഈ സോഴ്സിൽ നിന്നും അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മാക്സിമം കറണ്ട് 5 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സോഴ്സിന് പാരലായിട്ട് 10 വാട്ട്സ് ഉള്ള എത്ര ബൾബുകളെ നിങ്ങൾക്ക് പാരലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പല രീതിയിലും ചെയ്യാം. അതിൻ്റെ ഒരു എളുപ്പ രീതിയിലാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ദെൻ ഹിയർ വോൾട്ടേജ് V is equal to 220 വോൾട്ട് and current I, allowable current, maximum current I is equal to 5 ampere. അങ്ങനെയാണെങ്കിൽ ഈ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാക്സിമം പവർ എത്ര ആയിരിക്കും? Then maximum power P is equal to V into I. Then here V is equal to 220 volt into current I is equal to 5. Then 5 into 220 1100 watts. അപ്പോൾ ഈ സപ്ലൈയിൽ നിന്നും നമുക്ക് അലോവബിൾ ആയിട്ടുള്ള മാക്സിമം പവർ 1100 വാട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഓഫ് എ ബൾബ്, നമുക്കിവിടെ യൂസ് ചെയ്യുന്ന ഒരു ബൾബിന്റെ പവർ, പവർ ഓഫ് എ ബൾബ് ഈസ് ഈക്വൽ ടു 10 വാട്ട്സ്. 10 വാട്ട്സ് ഉള്ള ബൾബുകളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബൾബിന്റെ പവർ 10 വാട്ട്സ് ആണ്. മാക്സിമം അനുവദിച്ചിരിക്കുന്ന പവർ 1100 വാട്ട്സ്. അങ്ങനെയാണെങ്കിൽ 10 വാട്ട്സ് ഉള്ള എത്ര ബൾബുകളെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. നമ്പർ ഓഫ് ബൾബ്സ് ഈസ് ഈക്വൽ ടു മാക്സിമം പവർ ഡിവൈഡഡ് ബൈ പവർ ഓഫ് എ ബൾബ്. മാക്സിമം പവർ ഡിവൈഡഡ് ബൈ പവർ ഓഫ് എ ബൾബ്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 100 രൂപയുണ്ട്. 100 രൂപ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് പെൻ മേടിക്കണം. ഒരു പെന്നിന് 10 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 100 രൂപ മാക്സിമം നമ്മുടെ പോക്കറ്റിലുണ്ട്. ഈ 100 രൂപ ഉപയോഗിച്ച് നമുക്ക് എത്ര പെൻ മേടിക്കാം? 100/10 എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് ഇവിടെ അനുവദിച്ചിരിക്കുന്ന മാക്സിമം പവർ 1100 വാട്ട്സ് ആണ്. ഒരു ബൾബിന്റെ പവർ 10 വാട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 1100 വാട്ട്സ് ഉള്ള സോഴ്സിലേക്ക് 10 വാട്ട്സ് ഉള്ള എത്ര ബൾബുകൾ കണക്ട് ചെയ്യാം? 1100 maximum power divided by power of a bulb. Then 1100. അങ്ങനെയാണെങ്കിൽ 1100 വാട്ട്സ് ഉള്ള സോഴ്സിലേക്ക് 10 വാട്ട്സ് ഉള്ള എത്ര ബൾബുകൾ നമുക്ക് കണക്ട് ചെയ്യാം? മാക്സിമം പവർ ഡിവൈഡഡ് ബൈ പവർ ഓഫ് എ ബൾബ്. ദെൻ 1100 divided by power of a bulb 10. Then 110 bulbs. അപ്പോൾ ഈ സോഴ്സിന് പാരലായിട്ട് നമുക്ക് മാക്സിമം 110 ബൾബ്സ് കണക്ട് ചെയ്യാം. Then next question, show how you would connect 3 resistors each of resistance 6 ohm so that the combination has a resistance of 9 ohm and 4 ohm. 6 ohmന്റെ 3 റെസിസ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് നമ്മളൊരു 9 ഓം റെസിസ്റ്റൻസും മേക്ക് ചെയ്യുക, 4 ഓം റെസിസ്റ്റൻസും മേക്ക് ചെയ്യുക. ആദ്യം നമുക്ക് 9 ഓം റെസിസ്റ്റൻസ് നോക്കാം. ദെൻ 9 ഓം. നമുക്കറിയാം 6ഉം 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 സീരീസ് ആണെങ്കിൽ 18 ഓം ആയിരിക്കും ആൻസർ. 6ഉം 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 പാരലൽ ആണെങ്കിൽ 6/3 2 ഓം ആയിരിക്കും ആൻസർ. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷനും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. അതുകൊണ്ട് കോമ്പിനേഷൻ്റെ കോമ്പിനേഷൻ വേണം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ആദ്യം ഞാൻ 6 ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ് വയർ എടുത്തു. ഇതിന് സീരീസ് ആയിട്ട് 2 6 ഓം റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്തു. സിക്സ് ഓമിന്റെ 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട്, അത് ഈ 6 ഓമിന് സീരീസ് ആയിട്ട്. ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 6ഉം 6ഉം പാരലൽ ആണെങ്കിൽ 6/2, അതായത് 3 ഓം ആയിരിക്കും ഇഫക്റ്റീവ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ 2 പേർക്കും സെയിം റെസിസ്റ്റൻസ് ആണെങ്കിൽ
പാരലൽ ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അതായത് പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ ആർ പി സിക്കൽ R/N എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം 10 ഓമിന്റെ 2 റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ 10/2 5 ഓം ആയിരിക്കും ഇഫക്റ്റീവ് ആയിട്ട് വരുന്നത്. സിമിലർലി 6ഉം 6ഉം പാരലൽ ആണെങ്കിൽ 3 ഓം ആയിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. 6 × 6 ഡിവൈഡഡ് ബൈ 6 + 6 ചെയ്താലും നമുക്ക് 3 ഓം എന്ന ആൻസർ കിട്ടും. ഇത് 6 ഓം. അപ്പോൾ 6ഉം 3ഉം സീരീസ് ആണെങ്കിൽ എത്ര കിട്ടും? 9 ഓം റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 6 ഓം റെസിസ്റ്റേഴ്സിനെ ഇങ്ങനെ കണക്ട് ചെയ്താൽ ടോട്ടൽ 9 ഓം റെസിസ്റ്റൻസ് കിട്ടും. 6ഉം 6ഉം പാരലൽ ആണെങ്കിൽ 3 ഓം, ഈ 6 3ക്ക് സീരീസ്, അങ്ങനെയാണെങ്കിൽ 9 ഓം റെസിസ്റ്റൻസ്. അടുത്തതായി നമുക്ക് ഈ ക്വസ്റ്റ്യനിലുള്ളത് 3 6 ഓം റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് ഒരു 4 ഓം റെസിസ്റ്റൻസ് മേക്ക് ചെയ്യാനാണ്. നമുക്ക് ആദ്യം 2 6 ഓം റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. 6 ഓം 6 ഓം. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത് 2 6നെ പാരലായിട്ട് കണക്ട് ചെയ്ത് അതുമായിട്ട് ഒരു 6 സീരീസ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാൻ പോവാണ്. 2 6 സീരീസ്, അതിന് പാരലായിട്ട് അടുത്ത 6 ഓം. നമുക്കറിയാം 6ഉം 6ഉം സീരീസ് ആണെങ്കിൽ എത്ര റെസിസ്റ്റൻസ് കിട്ടും? 12 ഓം റെസിസ്റ്റൻസ്. 6 + 6 12 ഓം. അതിന് പാരലാണ് ഈ 6 ഓം. 6 ഓം. അങ്ങനെയാണെങ്കിൽ 12ഉം 6ഉം പാരലാണെങ്കിൽ എത്ര ഇഫക്റ്റീവ് കിട്ടും? 12 × 6 ഡിവൈഡഡ് ബൈ 12 + 6. 12 × 6 72. 12 + 6 18. Then 72/18 4. അപ്പോൾ 6 ഓമിന്റെ 2 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിന് പാരലായിട്ട് മറ്റൊരു 6 ഓം കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 ഓം കിട്ടും.